ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ അനേകര് പല വിധത്തിലുള്ള രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ സമയം കർത്താവെ, ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ എൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ രോഗപീഠകളിൽ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കേണ്ടത്. 1-2 വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കേണ്ട ചില വചനങ്ങൾ, ആവർത്തിച്ച് ഉരുവിടേണ്ട ചില വചനങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മൾ പാടി പ്രാർത്ഥിച്ചൊരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം തിരുവചനം. ശതാധിപന്റെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സൗഖ്യപ്പെടും. ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോ വ്യക്തിയും ആഗ്രഹിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികൾ ഉണ്ടാവും, മാനസിക രോഗപീഠകൾ ഉണ്ടാവും, അതൊരു ദൂരങ്ങളിലൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി നമ്മൾ ഒരു പ്രതിനിധി എന്ന വണ്ണം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇന്നയാളിൽ അനുഗ്രഹം, സൗഖ്യം സംഭവിക്കപ്പെടുകയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം പലർക്കും കാണാതെ അറിയാവുന്ന വചനമാണ്. അറിയാൻ പാടില്ലെങ്കിൽ പഠിക്കണം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 26. ഏതാ വചനം? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ദൈവം പഠിപ്പിച്ചു, മക്കളെ, നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നവൻ ഞാനാണ്, നിന്നെ സൗഖ്യപ്പെടുത്തുന്നവൻ കർത്താവാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്നെ സൗഖ്യപ്പെടുത്തുന്നവൻ കർത്താവാണ്. ഹല്ലേലൂയ. പഴയ നിയമ താളുകളിൽ എഴുതപ്പെട്ടത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ ശക്തമായി വെളിപ്പെടുകയായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോയ്ക്ക് എന്താ തോന്നണെന്നറിയോ? മത്തായി സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം. വലിയ ജനക്കൂട്ടം അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. ഈശോയ്ക്ക് അനുകമ്പ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരോട് ഈശോയ്ക്ക് തോന്നുന്നത് അനുകമ്പയാണ്, സ്നേഹമാണ്. അവരുടെ ഇടയിലുള്ള രോഗികളെ അവൻ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കുക, യേശുവിന് എന്നോട് അനുകമ്പയുണ്ട്, അവിടുന്ന് എന്നെ സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ. വലതുകരം നെഞ്ചിൽ വെച്ച് വിശ്വസിച്ച് പറയുക, യേശുവിന് എന്നോട് അനുകമ്പയുണ്ട്, അവിടുന്ന് എന്നെ സൗഖ്യപ്പെടുത്തും. വിശ്വസിച്ച് പറയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ചാപ്റ്റർ 5 വേഴ്സ് 15. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അതായത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ഈ മണ്ണിന് അങ്ങനത്തെ അനുഭവങ്ങൾ ഒട്ടനവധി പറയാനുണ്ട്. നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക്, ഈ അന്തരീക്ഷത്തിന് ആ വലിയ അത്ഭുതത്തിന്റെ കഥകൾ പറയാനുണ്ട്. കാരണം ഈ മണ്ണിൽ സംഭവിക്കുന്ന കാര്യം ദൈവവചനത്താൽ സൗഖ്യം പ്രാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 38 വേഴ്സ് 9. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സൗഖ്യപ്പെടുത്തും. നിനക്കൊരു രോഗം വരുമ്പോൾ, നിനക്കൊരു പീഡ വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ആശുപത്രിയിലേക്ക് ഓടുകയല്ല, ആശുപത്രി പോകരുതെന്നല്ല, മറിച്ച് ആദ്യം ചെയ്യേണ്ട കാര്യം നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കണം. ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താ? ആശുപത്രി പോകുന്നു, അവസാനം ഡോക്ടർമാർ പറയുന്നു ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അപ്പോഴാണ് പലരും പ്രാർത്ഥന തുടങ്ങുന്നത്. അത് തെറ്റായ രീതിയാണ്. വചനം പഠിപ്പിക്കുന്നത്, മകനെ, മകളെ, നിനക്ക് രോഗം വരുമ്പോൾ നീ ഉദാസീനനാകാതെ, നീ മടി പിടിക്കാതെ നീ ആദ്യം എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവചനം 30-ാം അധ്യായം 17-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 30 വേഴ്സ് 17. 30-ാം അധ്യായം 17-ാം തിരുവചനം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയയുടെ തന്നെ പ്രവചനം 31-ാം അധ്യായം 9-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവരുടെ
കാലിടറുകയില്ല. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. സങ്കീർത്തനം 107:20, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 107 വേഴ്സ് 20. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹാലേലുയ. യെശയ്യാ പ്രവചനം 53:5, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 53 വേഴ്സ് 5. അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹാലേലുയ, ഹല്ലേലുയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്കെല്ലാവർക്കും ചാടി എഴുന്നേറ്റ് നിൽക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമുക്ക് കിടപ്പ് രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി രോഗികൾ കിടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരിൽ ഒത്തിരി രോഗികൾ ഇവിടെയുണ്ട്, പല വിധത്തിലുള്ള രോഗപീഠകൾ. നിങ്ങൾ എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം ഹന്നാമ്പള്ളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കും. അതേസമയം തന്നെ കിടപ്പ് രോഗികളുണ്ട്, അവരെ തൈലം പൂശി വെഞ്ചരിച്ച് പ്രാർത്ഥിക്കും. ഹാലേലുയ, 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 ഹാലേലുയ. അതോടൊപ്പം ശ്രദ്ധിക്കുക, വർഷങ്ങളായിട്ട് ഏതെങ്കിലും രോഗപീഠകളുടെ അടിമകളായിട്ട് ഈ കൂടാരത്തിനുള്ളിൽ ഇരിക്കുന്ന പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവര്, വൈദികര് നിങ്ങളുടെ പക്കലേക്ക് ഹന്നാമ്പള്ളം തളിച്ച് വെഞ്ചരിച്ചാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അപ്രകാരമുള്ളവർ മാത്രം ഒരു വൈദികരുടെ കൈവെപ്പ് പ്രാർത്ഥന സ്വീകരിക്കുന്നത് അനുഗ്രഹപ്രദമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈ ശരീരം ഈശോയുടെ സ്വന്തമാണ്. ഈശോയെ, ഈ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം അങ്ങേക്കാണ്. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഞങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠകളുടെ മേൽ കർത്താവെ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ രോഗപീഠകൾ അനേകർക്ക് കാഴ്ചവെച്ച് ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ ഞങ്ങളിതാ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗപീഠകളുടെ മേൽ അധികാരമുള്ളവനെ അത്ഭുതകരമായി ശുശ്രൂഷ സമയത്ത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഇതാ പരിശുദ്ധമായിട്ടുള്ള അൾത്താരയിൽ അഭിഷിക്തർ ദൈവജനത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ ശിരസ് മുതൽ ഉള്ളംകാല് വരെയുള്ള എല്ലാ രോഗപീഠകളിലും കർത്താവിന്റെ അത്ഭുത സൗഖ്യം വെളിപ്പെടുന്ന സമയം. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, നിന്റെ കുരിശിനാൽ, നിന്റെ തിരു രക്തത്താൽ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 53:5, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഓ ദൈവമേ, നീ ഏറ്റടികളാൽ ഇതാ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകുന്ന കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക, ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഓ കർത്താവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അഭിഷേകം ഒഴുകുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. കൈയടിച്ച് പാടിക്കോ. നിൽക്കുന്ന സ്ഥലത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇതാ നിങ്ങളുടെ പക്കലേക്ക് കടന്നു വരുന്ന വൈദികർ നിങ്ങളെ ഹന്നാമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. കിടപ്പ് രോഗികളുടെ സ്ഥലത്തേക്ക് ഇതാ വൈദികർ തൈലാഭിഷേകം നടത്തുന്ന സമയം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ, കർത്താവേ, എന്റെ മേൽ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ, ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാവരും ആഗ്രഹിച്ച് ശക്തമായിട്ട് കൈയടിച്ച് അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം ഭവിക്കട്ടെ. തലമുറകൾക്ക് അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. തലമുറകൾക്ക് യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും യേശുവിന്റെ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്ന് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ,
യേശുവിന്റെ തിരുരക്തം ആമേൻ. ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചത്തിലേക്ക് ഈശോയെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് ലോകങ്ങളിൽ രോഗപീഠകളിൽ കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെ യേശുവേ. വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്നുകൊണ്ട് നീ വിശ്വസിക്കുക, എൻ്റെ ശരീരത്തിൻ്റെ അധികാരം യേശുവിനാണ്. എൻ്റെ ശരീരത്തിൻ്റെ അധികാരം യേശുവിനാണ്. ഇനിമേൽ ഒരു തിന്മയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. ഒരു പൈശാചിക ശക്തിക്കും എൻ്റെ മേൽ അവകാശമില്ല. യേശുവേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു.